അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. 2015 മാൻഹോളിൽ മരിച്ച നൌഷാദ് എന്ന ആൾ മരിച്ച സമയത്ത് ഇവിടെ മരിക്കണം, മുസ്ലിമായിട്ട് മരിച്ചാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ സഹായങ്ങൾ മുസ്ലിങ്ങൾക്കേ കിട്ടൂ എന്ന ധ്വനിയിൽ അദ്ദേഹം മരിക്കുന്നെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം എന്നൊരു പരാമർശം നടത്തി. അന്ന് കേരളം ഉമ്മൻചാണ്ടി ഭരിക്കണം. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, VM സുധീരനാണ് KPCC പ്രസിഡന്റ്. അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഒരു പരാതി കൊടുക്കുകയും അന്നത്തെ സർക്കാർ 153A IPC 153A ഇട്ട് ആലുവ പോലീസ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുകയും ചെയ്തു. അതായത് UDFന്റെ സർക്കാർ 2015 ഇതുപോലൊരു പരാമർശം നടത്തിയതിന് മതവിദ്വേഷം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ N സുബ്രഹ്മണ്യൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കലാപാഹ്വാനത്തിന് വേണ്ടി 2 നാൾ മുമ്പ് കേസെടുത്ത് അദ്ദേഹത്തെ വീട്ടിൽ കയറി ഇറക്കി. ഇന്നിപ്പോ വെള്ളാപ്പള്ളിയുടെ ഈ വാക്കാണെങ്കിൽ ഇത് എന്ത് നിയമ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് KPCC പ്രസിഡന്റിന്റെ പരാതിയിൽ ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് കേസെടുത്തെങ്കിൽ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പരാതി കൊടുക്കാൻ പോയിട്ട് ഇതിനൊന്ന് തള്ളിപ്പറയാനെങ്കിലും തയ്യാറാകുമോ എന്ന് കേരളത്തിന് അറിയേണ്ടതുണ്ട്. ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നു? ഇത് ആദ്യമായിട്ടുണ്ടാവുന്നതല്ലോ. കഴിഞ്ഞ ഒരു വർഷം തന്നെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന, സാമുദായിക വിദ്വേഷം ഉണ്ടാക്കുന്ന എന്തെല്ലാം പരാമർശങ്ങളുണ്ടായി. വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് മാത്രമൊന്നുമല്ല, വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായി, മറ്റ് പല ആളുകളുടെയും ഭാഗത്തുണ്ടായി. ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? അതൊരു കേരളത്തിന് അറിയേണ്ട കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടെടുക്കുന്നതിനപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? ഈ ഉണ്ണിമായ ഒരു സിനിമയിൽ ബേസിലിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ വാവേനെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന്. ഈ വാവ എന്നുള്ളത് മാറ്റി വാഴ എന്ന് ചേർത്താൽ അത് ഈ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ആഭ്യന്തര വകുപ്പിന് ചേരും. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്തത്? ഇതേ വെള്ളാപ്പള്ളി നടേശനെതിരെ മതവിദ്വേഷം ഉണ്ടാക്കിയതിന് UDFന്റെ കാലത്ത് കേസെടുത്തിട്ടുണ്ടെന്ന പ്രീസിഡന്റ്. UDF സാമുദായിക പ്രകടനമാണ്, ഞങ്ങൾ മതേതരവാദികളാണെന്നാണല്ലോ LDF പറയുന്നത്. എന്തുകൊണ്ടാണ് UDFന്റെ കാലത്തെ കീഴ്വഴക്കം പോലും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുകയോ നിലപാടെടുക്കുകയോ ചെയ്യാൻ എന്തുകൊണ്ടാണ് CPM-നും LDF-നും സർക്കാരിനും കഴിയാത്തത് എന്നുള്ളതാണ് ചോദ്യം.